ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമവൃത്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമവൃത്തത്തിൽ അടുത്തത് പഞ്ചചാമരം. അതിൽ 16 അക്ഷരങ്ങളുണ്ട് പഞ്ചചാമരത്തിൽ. നോക്കിക്കോളൂ ലക്ഷണം. ജരൗ ജരൗ ജഗൗ ക്രമേണ പഞ്ചചാമരം വദേത്. ജരൗ ജരൗ ജഗൗ ക്രമേണ പഞ്ചചാമരം വദേത്. ജരൗ ജരൗ എന്ന് പറഞ്ഞാൽ എന്താകണം? ജഗണഃ, പിന്നെ രഗണഃ, പിന്നെയും ജഗണഃ, രഗണഃ, പിന്നെയും ജഗണഃ, പിന്നെ ഗു എന്ന് പറഞ്ഞാൽ ഗുരു. ഇങ്ങനെയാണ് വരുന്നത്. ക്രമേണ, ഇങ്ങനെ ക്രമമായി വരുന്നതാണ് പഞ്ചചാമരം എന്ന് പറയുന്നത്. വദേത്. അപ്പോൾ നമുക്ക് നോക്കാം, അതെങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതിനു മുമ്പ് അക്ഷരങ്ങൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അക്ഷരമായി. ഇനി തിരിക്കാം. അമാനു ശോസിഭൂ പതേസു മായുധോ ഉപമാകൃ വരെ വായിച്ചില്ലല്ലോ പറയും പോലെ. അമാനുഷോസി ഭൂപതേസു ആയുധോ ഉപമാകൃതേ. ഇതിൽ അമാനു എന്ന് പറയുന്നത് എന്താണ്? ലഘുവാണ്. അപ്പം ലഘുവാക്കി. ഇനി മാ എന്ന് പറയുമ്പം ദീർഘമാണ്, അത് ഗുരു. നു ലഘു. ഷോ ഗുരു, സി ലഘു, ഭൂ ഗുരു, പ ലഘു, തേ ഗുരു, സു ലഘു, മാ ഗുരു. യു എന്തെന്നാണ്? ലഘുവാണ് അല്ലേ. ഇനി ധൗ അത് ഗുരുവാണ്. പ ലഘു, മാ ഗുരു, കൃ ലഘു. തേ എന്നുള്ള ഇവിടെ തായാണ്. തേ എന്നുള്ളത് ഗുരുവാണ്. അപ്പം ഇത് ഇനി അത് വന്നിരിക്കുന്നു നോക്കാം. ജഗണഹ. ഇപ്പം ഇവിടെ നോക്കൂ, മധ്യഗുരുവാണ്. മധ്യഗുരു എന്താണ്? ജഗണഹയാണല്ലോ. പിന്നെ മധ്യലഘു രഗണഹ, പിന്നെയും മധ്യഗുരു ജഗണഹ, മധ്യലഘു രഗണഹ, മധ്യഗുരു ജഗണഹ, പിന്നെ ഗുരുവും വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജഗണഹ രഗണഹ, ജഗണഹ രഗണഹ, ജഗണഹ ഗുരു ഇത് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വൃത്തമാണിത്? പഞ്ചചാമര എന്ന വൃത്തം. എളുപ്പമല്ലേ അതിൻ്റെ ലക്ഷണം പഠിക്കാനായിട്ട്? പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ഒരു വൃത്തം, അതും സമവൃത്തമാണ്. വസന്തതിലക. ഇത് വസന്തതിലക എന്നുള്ളത് വസന്തതിലകം എന്നൊരു രൂപഭേദമുണ്ട്, അങ്ങനെയും പറയാം. വസന്തതിലകം എന്നും പറയുന്നുണ്ട്, വസന്തതിലക എന്നും പറയുന്നുണ്ട്. അത് 14 അക്ഷരമാണ് വരുന്നത്, സമവൃത്തവുമാണ്. അതിൻ്റെ ലക്ഷണം നോക്കാം. ഉക്ത വസന്തതിലക തഭജ ജഗൗഗഹ. ഉക്ത പറയുന്നു. എന്താ? വസന്തതിലക. വസന്തതിലകം എന്ന് പറഞ്ഞാൽ ഏതിനെയാണ്? തഭജ ജഗൗഗഹ. തഭജ, തഭ എന്ന് പറയുമ്പോൾ തായും തഗണ അല്ലേ. തഗണഹ, പിന്നെ ഭഗണഹ, തഭ, പിന്നെ ജഗൗ, അപ്പം ജഗണഹ. തഭജ ഒരു ജഗണവും കൂടെ ഉണ്ട്. ജ, പിന്നെ ജഗൗ എന്ന് പറയുമ്പം ജ, പിന്നെ ഗുരു. ഇങ്ങനെയാണ് വരുന്നത്. ഗുരു ഗൗഗഹ 2 ഗുരു വരും. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ഉദ്ധർഷിണി ജനദൃശാം സ്തനഭാര ഗുർവി. ബാക്കിയുണ്ട്, ഞാൻ ഒരു വരി മാത്രമാണ്. കാരണം എന്തിനാ എല്ലാം സമവൃത്തമാകുമ്പോൾ 4 വരിയിലും ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു വരി മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പം നമുക്ക് തിരിച്ചു നോക്കാം. ഉദ്ധർഷി നീ ജന ദൃശാം സ്തനഭാര ഗുർവി. അപ്പോൾ ഉദ്ധർഷിന് ഊ എന്നുള്ളത് എന്താണ്? ലഘുവാണ്. പക്ഷേ ഇവിടെ കൂട്ടക്ഷരം ഇരിക്കുന്നുണ്ട്, ഇത് ഗുരുവായി. ഇനി എന്താണ് അടുത്തത്? ഇത് ഇത്ത കൂട്ടക്ഷരം, ഇത് ലഘുവാണ്. പക്ഷേ ഇവിടെ കൂട്ടക്ഷരം ഇരിക്കുന്നുണ്ട്, ഇതും
ഗുരുവായി. ഇനി ഷി ലഘു തന്നെയാണ്, ഷി ദീർഘമല്ലല്ലോ, ലഘു. ഇനി നീ ഗുരു, ജന രണ്ടും എന്താ ലഘുവാണ്. ഇനി ദൃ എന്നുള്ളത് എന്താണ്, ലഘു. ശ്യാം അത് ദീർഘവുമാണ്, അതുപോലെ അനുസ്വാരം വന്നിരിക്കുന്നതുകൊണ്ട് ഗുരു. സ്ത ലഘു. നി ന ലഘു. ഭ ഗുരു. ര ലഘു. ഗു ഗുരു തന്നെയാണ്, ഇതും ഗുരു തന്നെയാണ്. ഇനി നമുക്കിത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഉദ്ധർഷി എന്ന അന്ത്യലഘുവാണ്. അന്ത്യലഘു ഏറെ തകണയാണല്ലോ, അന്ത്യലഘു. ഇത് ആദി ഗുരു ഭഗണമാണ്. ഇനി ഇതും മധ്യ ഗുരു, മധ്യഗുണ ജഗണ. ഇനി ഇതും ജഗണമാണ്. പിന്നെ 2 ഗുരുവും വന്നിരിക്കുന്നു. അപ്പം നോക്കിക്കോളൂ, തഗണം വന്നു, ഭഗണം വന്നു, ജഗണം വന്നു, ജഗണം വന്നു, 2 ഗുരുവും വന്നു. അപ്പോൾ ഇവിടെ എന്ത് വൃത്തമായെന്ന് പറയാം? വസന്തതിലക അല്ലെങ്കിൽ വസന്തതിലകം നാമവൃത്തം എന്ന് പറയാം. അപ്പോൾ ഇന്ന് 2 വൃത്തമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. 2 ലക്ഷണം നല്ലോണം പഠിച്ചു കഴിയുക. മറ്റേ കേട്ട എക്സാമിനേഷന് പിന്നെ വരാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് ലക്ഷണം തന്നിട്ട് ഇത് ഏത് പിന്നെ വൃത്തം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.